الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد أرسلنا رسلا من قبلك وجعلنا لهم أزواجا وذرية وما كان لرسول أن يأتي بآية إلا بإذن الله لكل أجل كتاب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യപരസ്യ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, ഉണർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും എന്തെല്ലാം തെറ്റുകുറ്റങ്ങളും ദോഷങ്ങളുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, അള്ളാഹു അതെല്ലാം നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിന് എത്ര കാലം ശേഷിക്കുന്നുണ്ടോ അത്രയും കാലം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി നേടി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി വീടുകളിൽ ആശുപത്രികളിൽ കഴിയുന്നവർ അള്ളാഹു അവർക്ക് ആജിലും മുസ്തമിറുമായ ശിഫാ പ്രദാനം ചെയ്യട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അള്ളാഹു അവരുടെയും നമ്മളുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ സഫലീകരിക്കുകയും പ്രയാസങ്ങൾ മാറ്റിത്തരികയും ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് ഒരു വ്യക്തി, അദ്ദേഹം ക്യാൻസർ ബാധിതനായി ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതിന് വേണ്ടി അഭ്യർത്ഥിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു തആല അദ്ദേഹത്തിന് സമ്പൂർണ്ണമായ ശിഫാഉം ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ദീനീ സംരംഭങ്ങളിൽ ദീനിയായ കാര്യങ്ങളിൽ സജീവമായി ഉണ്ടായിരുന്ന ബഹുമാന്യനായ എഞ്ചിനീയർ മമ്മൂട്ടി സാഹിബ് മരണപ്പെട്ട പേരും നിങ്ങൾ അറിഞ്ഞു കാണും. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കുമാറാകട്ടെ. അദ്ദേഹം ചെയ്ത എല്ലാ നന്മകളും അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെയും അദ്ദേഹത്തിനെയുമൊക്കെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, കഴിഞ്ഞ ഖുതുബയിൽ ശരീഅത്ത് നിക്കാഹിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, നിക്കാഹിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, നിക്കാഹ് വൈകിപ്പിച്ചാൽ ഉണ്ടാകുന്ന സാമൂഹികമായ വ്യക്തിപരമായ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന സൂചനകൾ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും നിക്കാഹിന്, വിവാഹത്തിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിൽ ശറഇൻ്റെ വീക്ഷണത്തിൽ കൂടി നമ്മൾ നോക്കുമ്പോൾ അടിസ്ഥാനപരമായി 3 ഗുണങ്ങൾ, 3 ലക്ഷ്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അതിലൊന്നാമത്തെ വിഷയം നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ ചർച്ച ചെയ്തിരുന്നു. അത് ഒരു മനുഷ്യൻ്റെ ശാരീരികമായ ആവശ്യങ്ങളെ ഹലാലായ രീതിയിൽ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ശാരീരിക ആവശ്യങ്ങൾ അല്ലാഹു തആല എല്ലാ മനുഷ്യരിലും നിക്ഷേപിച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹു തന്നെ നിശ്ചയിച്ചിട്ടുള്ള മാർഗമാണ് നിക്കാഹ് എന്ന് പറയുന്നത്. മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. അള്ളാഹു തആല യുവാക്കളെ വിളിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് യുവാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾക്ക് വിവാഹത്തിന് ആഗ്രഹവും താല്പര്യവും അതിനുള്ള കെൽപ്പുമുണ്ട് എങ്കിൽ ഭാര്യയെ സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ സംരക്ഷിക്കുവാനും അവരുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഫല്യതസവ്വജ്, അവൻ മാന്യമായ നിലക്ക് വിവാഹം കഴിക്കണം.
ഫഇന്നഹു അഗദ്ദു ലിൽ ബസർ, അത് അവൻ്റെ കണ്ണുകളെ ഏറ്റവും കൂടുതൽ ചിമ്മി അടപ്പിക്കുന്നതാണ്. വ അഹ്സനുൽ ഫറജി, അവൻ്റെ രഹസ്യഭാഗങ്ങളെ സൂക്ഷിക്കുവാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ഹദീസിൽ നബി തങ്ങൾ വിവാഹത്തിൻ്റെ പ്രേരണ പറയുമ്പോൾ, വിവാഹത്തിൻ്റെ ലക്ഷ്യം പറയുമ്പോൾ നബി തങ്ങൾ പറഞ്ഞ കാര്യം അത് മനുഷ്യൻ്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ ഇഫ്ഫത്ത്, പാതിവൃത്യത്തിൻ്റെ സൂക്ഷിപ്പുമായിട്ടാണ്. കാരണം ഒരു മനുഷ്യൻ ഹലാലായ രീതിയിൽ വിവാഹം കഴിക്കലോടുകൂടി അയാൾ തൻ്റെ ഇണയിൽ നിന്ന് അള്ളാഹു അനുവദിച്ചിട്ടുള്ള എല്ലാ രീതിയിലുള്ള ശാരീരികമായ മാനസികമായ ആസ്വാദനങ്ങൾ നേടുന്നതോടുകൂടി ആ മനുഷ്യന് പിന്നെ ഹറാമിലേക്ക് പോകേണ്ടുന്നതായ ഒരാവശ്യമുണ്ടായിത്തീരുന്നില്ല. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഫഇന്നഹു അഗദ്ദു ലിൽ ബസർ, അത് അവൻ്റെ കണ്ണിനെ ചിമ്മിയടപ്പിക്കും. അവന് കണ്ണുകൾ കൊണ്ട് കിട്ടേണ്ട, കണ്ണുകൊണ്ട് നയനങ്ങൾ കൊണ്ട് നേടിയെടുക്കേണ്ടതായ അനുഭൂതികളൊക്കെ സ്വന്തം ഭാര്യയിൽ നിന്ന് നേടിയെടുക്കുന്നുണ്ട്. പിന്നെ മറ്റ് അന്യ സ്ത്രീയിലേക്കോ അല്ലെങ്കിൽ ആഗ്രഹവും താല്പര്യവും ഉണ്ടാക്കുന്ന മറ്റ് ജന്തുക്കളിലേക്കോ മറ്റ് വിഭാഗങ്ങളിലേക്കോ, അത് സ്വന്തം വർഗമായാലും ശരി, അവരിലേക്കൊന്നും തന്നെ തൻ്റെ ദൃഷ്ടിയെ നീട്ടേണ്ടതില്ല. വ അഹ്സനു ലിൽ ഫറജി, അതുപോലെ തന്നെ അവൻ്റെ രഹസ്യഭാഗത്തിനെ സൂക്ഷിക്കുവാനും ഏറ്റവും കൂടുതൽ സഹായകമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറയുകയുണ്ടായി. ഇത് മാത്രമാണോ നിക്കാഹിന്റെ ലക്ഷ്യം? അങ്ങനെ ശാരീരിക താല്പര്യം പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രം ഒരു സംവിധാനം ഇത്രയും വ്യവസ്ഥാപിതമായി ശറഅ് നിഷ്കർഷിക്കുമോ? ഒരിക്കലുമില്ല. നമ്മളന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം 50-60 എത്തുന്ന സമയത്ത് ആ മനുഷ്യൻ ഈ പറഞ്ഞതുപോലെ ഫിസിയോളജിക്കൽ നീഡ്സ്, ശാരീരികമായ ആഗ്രഹങ്ങളോടുള്ള ത്വരകളൊക്കെ കുറഞ്ഞു വരും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുടെ ശരീരഘടനയും ആരോഗ്യവും ഒക്കെ ഒരു ഫാക്ടറാണ്, ഒരു ഘടകമാണ്. അതിനോടൊപ്പം തന്നെ അടിസ്ഥാനപരമായി നമ്മൾ നോക്കുമ്പോൾ ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോൾ സ്ത്രീക്ക് ആർത്തവം നിലക്കുന്ന പ്രായമാണ്. അവളുടെ ഹൈദ് മുറിഞ്ഞു പോകുന്ന മെനോപോസിന്റെ സ്റ്റേജാണ്. ഈ മെനോപോസിന്റെ സ്റ്റേജിൽ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായി ആ സ്ത്രീക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട്, ശാരീരികമായ വിഷയങ്ങളോടൊക്കെ സ്വാഭാവികമായ താല്പര്യം കുറഞ്ഞു വരും. അവൻ നിക്കാഹ് ഇതിനു വേണ്ടി മാത്രമാണെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിക്കാഹ് പൊളിച്ചു മാറ്റേണ്ടി വരും. പുരുഷനാണെങ്കിൽ എന്ന് ഈ ആഗ്രഹങ്ങൾ നിൽക്കുന്നുവോ, സ്റ്റോപ്പായി പോകുന്നുവോ, അതോടുകൂടി ആ നിക്കാഹ് ബാത്തിലാക്കേണ്ടി വരും. പക്ഷെ അത് മാത്രമല്ല നിക്കാഹിന്റെ ലക്ഷ്യം എന്ന് പറയാനാണ് ഈ ആമുഖം പറഞ്ഞു വെക്കുന്നത്. രണ്ടാമതായി നിക്കാഹിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം പരിശുദ്ധമായ ദീൻ ശറഅ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലാഹു തആല നമ്മളിൽ കൂടി ഖൈറിന്റെ സന്താന പരമ്പരക്ക് കാരണമാക്കി വെച്ചിട്ടുള്ളതാണ് നിക്കാഹ്. നമ്മൾ ഉണ്ടായത് നമ്മുടെ മാതാപിതാക്കൾ സമയത്ത് കല്യാണം കഴിക്കുകയും അവർക്ക് ഹലാലായ രീതിയിൽ ഒരു പൂർത്തീകരണം നടന്നപ്പോഴാണ് നമ്മൾ ഈ ഭൂമിയിൽ സംജാപിതമായത്. ഇതുപോലെ നമ്മളെ കൊണ്ട് തീരേണ്ടുന്നതല്ല ഈ കണ്ണി, ഈ പരമ്പര, ഇത് മുറിഞ്ഞു പോകാൻ വേണ്ടി പാടില്ല. ഇതിങ്ങനെ നമ്മുടെ പരമ്പരകൾ, നമ്മുടെ കോപ്പികൾ, നമ്മുടെ ജീനിന്റെയും DNA ഒക്കെ കോപ്പികൾ ഇനി ഖിയാമത്ത് നാൾ വരെ ഉണ്ടായിക്കൊണ്ടേ നിൽക്കണം. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ, ഞാനിത് പറയുമ്പോൾ, നിങ്ങളിത് കേൾക്കുമ്പോഴൊക്കെ സത്യത്തിൽ ഇത് ഞാനല്ല, സത്യത്തിൽ പൂർണ്ണാർത്ഥത്തിൽ ഞാനല്ല. അതൊന്നും കൂടി ചിന്തിക്കേണ്ടത് വാചകമാണിത്. പൂർണ്ണാർത്ഥത്തിൽ ഞാനല്ല, എൻ്റെ വാപ്പാന്റെ അവരുടെ പൂർവ്വപിതാക്കളിൽ കൂടി അല്ലാഹു തആല തർത്തീബ് ചെയ്തിരിക്കുന്ന ആ DNA അവരിൽ കൂടി പാസ് ചെയ്ത് വന്നിരിക്കുന്ന ജീൻസും ജെനറ്റിക്സിന്റെ ഒക്കെ ഒരു ശതമാനം മാത്രമാണ് ഈ പറയുന്ന ഞാൻ. ഈ കേൾക്കുന്ന നമ്മളും ഒരു ബാധി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരിലും എന്തൊക്കെ നന്മകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ അതൊക്കെ നമ്മുടെ തലമുറന്റെ നന്മയാണ്. നമ്മൾ ഓരോരുത്തരിലും കാണുന്ന തിന്മകളും ഉണ്ടെങ്കിൽ വ്യക്തിപരമായ സ്വഭാവ ദൂഷ്യങ്ങൾ ഒരു പരിധിവരെ അതും ഈ പറഞ്ഞതുപോലെ പാരമ്പര്യത്തിന്റെ സ്വാധീനം അതിലുണ്ട്. അതാണ് ജെനറ്റിക്സ് ഏറ്റവും വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞതിന്റെ ഒരു കാരണവും അതാണ്. അപ്പൊ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതോടുകൂടി തീർക്കണമെന്നല്ല, നല്ല പരമ്പരകൾ ഉണ്ടാകണം, മനുഷ്യന്മാർ ഉണ്ടാകണം. ലോകത്തിനെ മുന്നോട്ടേക്ക് നയിക്കേണ്ടുന്നത് നല്ല മനുഷ്യരാണ്, നല്ല ആൾക്കാരാണ് ഈ ലോകത്തിന് മുന്നോട്ടേക്ക് നയിക്കേണ്ടത്. ലോകത്തിന് സമ്മാനിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് നല്ല മനുഷ്യരെ സമ്പാദിച്ചു കൊടുക്കുക എന്നുള്ളതാണ്, അവർക്ക് നൽകുക എന്നുള്ളതാണ്. അല്ലാഹു തആല പ്രവാചകന്മാരെ ഈ ഭൂമിയിലേക്ക് അയച്ച കാര്യം പരാമർശിക്കുന്നിടത്ത് അല്ലാഹു പറഞ്ഞു, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക നബിയെ, അങ്ങേക്ക് മുമ്പ് നാം ഒരുപാട് പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്, ഒരുപാട് പ്രവാചകന്മാർ. വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയതൻ, അവർക്ക് നാം ഭാര്യമാരെ നൽകി, വദുർരിയതൻ സന്താന പരമ്പരകളെയും നൽകി. അപ്പോൾ അല്ലാഹു എവിടെയാ പറയുന്നത്? ഒരു പ്രവാചകനെ നൽകി എന്ന് പറയുന്നത് ഒരു ഉമ്മത്തിന് ലഭിക്കുന്ന നിഅമത്താണ്. ആ നിഅമത്തിനെ പരാമർശിക്കുന്നിടത്താണ് അല്ലാഹു തആല വെറും ദീൻ നൽകി, റിസാലത്ത് നൽകി എന്ന് മാത്രം പറഞ്ഞൊതുക്കാതെ റിസാലത്തും നൽകിയിട്ടുണ്ട്, അതിന്റെ കൂടെ നല്ല ഭാര്യമാരെ നൽകിയിട്ടുണ്ട്, നല്ല സന്താന പരമ്പരകളെയും നൽകിയിട്ടുണ്ട്.
ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരാമർശിക്കുമ്പോൾ അള്ളാഹു തആല പറയുന്നു വവഹബ്നാ ലിദാവൂദ സുലൈമാൻ, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നാം സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്ന സന്താനത്തിന് ഓശാരമായി നൽകി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇസ്ഹാഖ് നബിയെ നൽകി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എങ്കിൽ പോലും 6 സന്താനങ്ങളെ ഹബീബിന് നൽകുകയുണ്ടായി. അപ്പൊ ഇത് ഒരു മനുഷ്യന് ലഭിക്കുന്ന നിഅമത്താണ്. ആ നിഅമത്ത് ലഭിക്കാനുള്ള ഹലാലായ ഉപാധിയാണ് വിവാഹം. അപ്പോൾ വിവാഹത്തിൽ കൂടി ലക്ഷ്യമാക്കുന്നതും ഈ പറഞ്ഞതുപോലെയുള്ള തലമുറകളുടെ നിലനിർത്തലിനെ തന്നെയാണ് എന്ന് ഇസ്ലാമിന് ഇത് പറയാൻ യാതൊരു മടിയുമില്ല. എത്രത്തോളം നബി തങ്ങൾ പ്രത്യേകം പറയുകയുണ്ടായി, തസവ്വജു അൽ വലൂദ അൽ വദൂദ ഫഇന്നി മുകാസിറും ബികുമുൽ ഉമമ. അല്ലെ, പുതിയ ലോകം നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് മനുഷ്യന്മാരിങ്ങനെ ചുരുങ്ങി 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 നാം 1 ആയി, നമുക്ക് 3 ആയി, നമുക്ക് 2 ആയി, നമുക്ക് 1 ആയി, നമ്മൾ മാത്രമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നാം 2, നാം 1, നമുക്ക് 3, അവിടുന്ന് മാറിയിട്ട് നാം 1, നമുക്ക് 2, നാം 1, നമുക്ക് 1, നാം 1, നമുക്ക് നമ്മൾ മാത്രം എന്ന് പറയുന്ന വളരെ ചുരുങ്ങിയ ഇടുങ്ങിപ്പോയ റിജിഡായ ചിന്താധാരയിലേക്ക് മനുഷ്യന്മാർ എത്തിത്തുടങ്ങുന്നിടത്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വാചകം പഠിപ്പിക്കുന്നത്. പലപ്പോഴും മുസ്ലിം സമൂഹത്തിനെ ആക്ഷേപിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചില വാചകങ്ങൾ ഉണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന വാചകങ്ങൾ. നബി തങ്ങൾ പറഞ്ഞു തസവ്വജു അൽ വദൂദ. നമുക്കിത് പറയാൻ യാതൊരു മടിയില്ല, അതിന്റെ ന്യായങ്ങളോട് വിശദീകരിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ വിവാഹം കഴിക്കണം അൽ വദൂദ, നല്ല സ്നേഹനിധിയായ സ്ത്രീയാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത്. ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷന് കിട്ടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സ്നേഹം തന്നെയാണ്, കെയറിംഗ് ആണ്. നിക്കാഹിന്റെ ആയത്ത് പരാമർശിക്കുമ്പോൾ തസ്കുനു ഇലൈഹ എന്നുള്ളൊരു പദപ്രയോഗം ഉണ്ടല്ലോ. എന്തിനാ നിങ്ങൾക്ക് ഇണയെ നൽകിയത്? നിങ്ങൾക്ക് സമാധാനം കിട്ടാനെന്നാണ്. ഞാൻ ഭാഷ പറഞ്ഞിട്ട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, എന്നാലും അത് മനസ്സിലാക്കാൻ അത് ഭാഷ പറയൽ അനിവാര്യമാണ്. അള്ളാഹു ഉപയോഗിച്ച പദം ലി തസ്കുനു ഇലൈഹ, നിങ്ങൾ അവളിൽ നിന്നും സമാധാനം കണ്ടെത്താൻ എന്നാണ് പ്രയോഗിച്ചത്. പരസ്പരം സമാധാനം നൽകാൻ എന്ന പദം പോലെയല്ല. ഇപ്പൊ എന്താ അള്ളാഹു തആല അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത്? അപ്പൊ ഇത് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ പുരുഷൻ സമാധാനം വാങ്ങേണ്ട ആളും റിസീവ് ചെയ്യേണ്ട ആളും സ്ത്രീ സമാധാനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ആളും എന്നാണല്ലോ ആ പദത്തിന്റെ അർത്ഥം. അങ്ങനെയാണോ? രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ട്രാൻസ്ഫർ ചെയ്യേണ്ട സാധനമല്ല സമാധാനം എന്ന് പറയുന്നത്. അങ്ങനെയല്ല. അടിസ്ഥാനപരമായി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇൻബിൽട്ടായിട്ട് അള്ളാഹു തആല അവളെ നിശ്ചയിച്ചിരിക്കുന്ന പ്രകൃതി എന്ന് പറയുന്നത് തന്നെ പ്രകൃതി അവൾക്ക് ബൈ നേച്ചർ മറ്റൊരാൾക്ക് സമാധാനം കൊടുക്കാൻ വേണ്ടി പറ്റും. പുരുഷനത് കഴിയൂല, അത് കഴിയൂല. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനെ കണ്ടിട്ട്, ഒരു മനുഷ്യൻ കാണുന്ന ഭൂമിയിലെ കാഴ്ചയിൽ ഏറ്റവും വലിയ കാഴ്ച ജിബ്രീലിനെ കാണലാണ്, മനുഷ്യന്മാരെ കാണുന്ന കൂട്ടത്തിൽ. ആ ജിബ്രീലിനെ കണ്ടിട്ട് ഹബീബ് ബേജാറായപ്പോ ആദ്യം ഓടി വന്നത് ഖദീജ ബീവിന്റെ അടുക്കലാണ്, കാബന്റെ അടുക്കലേക്കല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുഹൃത്തുക്കളുടെ അടുക്കലേക്കല്ല, ഖദീജ ബീവിന്റെ അടുക്കലേക്ക് വന്നത്. എന്തുകൊണ്ട്? ഖദീജ ബീവി തസ്കുനു ഇലൈഹ, സുക്കൂൻ സമാധാനം കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന പ്രകൃതമാണ് അല്ലാഹു തആല സ്ത്രീകളെ നിക്ഷിപ്തമാക്കിയിരിക്കുന്നത്. അവന് സംശയമുണ്ട്, അപ്പൊ സ്ത്രീകൾക്ക് സമാധാനം വേണ്ടേ? അപ്പൊ ഇതിനൊരു റെസിപ്രോസിറ്റി ഉണ്ട്. എന്താ റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞാൽ, ഞാൻ സമാധാനം കൊടുക്കുമ്പോ ഒരു സ്ത്രീ തന്റെ ഭർത്താവിന് സമാധാനം കൊടുക്കാൻ, ആ സമാധാനം എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലുള്ള സമാധാനം, ശാരീരികമായ സമാധാനം, മാനസികമായ സമാധാനം, സാമ്പത്തികമായ സമാധാനം, അതൊക്കെ അതിൽപ്പെടും. അങ്ങനെ ഒരു സ്ത്രീ തന്റെ ഭർത്താവിന് സമാധാനം കൊടുക്കുമ്പോൾ ആ ഭർത്താവ് സമാധാനത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ ആ സ്ത്രീക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. അതാണ് ലി തസ്കുനു ഇലൈഹ എന്ന പ്രയോഗത്തിൽ അല്ലാഹു തആല ഒളിപ്പിച്ചിരിക്കുന്ന രഹസ്യം നമുക്ക് മനസ്സിലാക്കി തരട്ടെ. അപ്പൊ നബി തങ്ങൾ പഠിപ്പിക്കുന്നതാണ് തസവ്വജു അൽ വദൂദ, സ്നേഹനിധിയായ സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിക്കണം. അപ്പൊ നമുക്ക് ഇതിന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. വിവാഹത്തിന് മുമ്പ് വധുവിനെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് നമുക്ക് ചർച്ചയിൽ വരേണ്ടതാണ്. അതെങ്ങനെ ഒരു സ്ത്രീ സ്നേഹനിധിയാണോ അല്ലേന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ കല്യാണത്തിന് മുമ്പ് നമുക്ക് അങ്ങനെ ഒരു റിലേഷൻ പാടുമില്ലല്ലോ. ഇതെങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും? ഇത് മനസ്സിലാക്കാനുള്ള ഉപാധി, വിവാഹം അന്വേഷിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയെ പറ്റി നിങ്ങൾ വിവാഹം ആലോചിക്കുമ്പോൾ ആ സ്ത്രീയുടെ ഉമ്മ, ആ സ്ത്രീയുടെ സഹോദരിമാരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സഹോദരിമാർ, ഇനി അവരില്ല എങ്കിൽ ഈ സ്ത്രീയുടെ എളാമമാരോ മൂത്തമ്മമാരോ ഒക്കെ നിങ്ങൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ജെനറ്റിക്സിന്റെ ഫോട്ടോ കോപ്പിയാണ് ഇതൊക്കെ ഉണ്ടാകുക. ഒരു സ്ത്രീയെ നമ്മൾ വിവാഹം ആലോചിക്കുന്നു, ആ സ്ത്രീയുടെ ഉമ്മാനെ പറ്റി നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ നമ്മളൊന്നും പറയുന്നില്ല മോശമായിട്ട്. ആ സ്ത്രീയുടെ ഉമ്മയുടെ സ്വഭാവം ഭർത്താവിനെ പരിഗണിക്കാത്ത, സ്നേഹിക്കാത്ത, അത്രയും ദുസ്വഭാവിയായ ഒരു സ്ത്രീയാണ് എന്ന് നമ്മൾ അറിഞ്ഞാൽ, ആ സ്ത്രീയുടെ സഹോദരിയെ പറ്റി നമ്മൾ അന്വേഷിക്കുന്നു. സഹോദരിയിലേക്ക് നേരിട്ട് പോകാൻ വേണ്ടി സാധിക്കൂല. ആ സ്ത്രീ കല്യാണം കഴിച്ച ആളുണ്ടാവല്ലോ, അയാളെ പോയിട്ട് നമുക്കൊന്ന് കാണാം.
അയാൾ പറയാണ് സ്വഭാവം കൊണ്ട് ഉമ്മാന്റെ അതേ സ്വഭാവമാണ്, സ്നേഹം എന്തെന്നോ എമ്പതി എന്തെന്നോ കരുതൽ എന്തെന്നോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ രണ്ടു വട്ടം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. കാരണം നബി തങ്ങളാണ് പറഞ്ഞത് തസവ്വജു അൽ വദൂദ, നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. വജഅല ബൈനക്കും മവദ്ദത്തൻ, ഈ സ്ത്രീ ഭാര്യന്റെ ആയത്ത് പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞ എന്താണ്? വജഅല ബൈനക്കും മവദ്ദത്തൻ, അള്ളാഹു തആല നിങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹമിട്ട് തന്നിരിക്കുന്നു. മവദ്ദത്ത് എന്നതും വദൂദ് എന്നതും ഒരേ വാക്കാണ്. അപ്പൊ മവദ്ദത്ത് കൊടുക്കാൻ അറിയാത്താക്കി ഇത് എങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റും? അള്ളാഹു നമ്മളൊക്കെ ഹൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിവാഹം ആരോഗ്യപരമായ വിവാഹമാണെങ്കിൽ ആ പുരുഷന്റെ ജീവിതത്തിൽ എത്താവുന്നതിന്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് എത്തും. അള്ളാഹു എല്ലാവരും എത്തിക്കുമാറാകട്ടെ. ഇതുപോലെ തിരിച്ചും ഒരു വിവാഹം ഹെൽത്തി ആണെങ്കിൽ, ഹെൽത്തിയായ വിവാഹം, ആരോഗ്യപരമായ വിവാഹം, സന്തുഷ്ട വിവാഹം എന്നുള്ള പദം അതൊക്കെ കപടമായ പദമാണ്. സന്തുഷ്ട വിവാഹം എന്നിട്ട് വിവാഹം ഒന്നും ഉണ്ടാവില്ല. ആരോഗ്യപരമായ വിവാഹം, അതാണ് കുറച്ച് നല്ല വാക്ക്. അങ്ങനെ ഒരു ആരോഗ്യപരമായ വിവാഹമാണ് എങ്കിൽ ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിന്റെ ഇടയിൽ എത്താവുന്നതിന്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് എത്തും. ഇതിൽ പാളിച്ച സംഭവിച്ചു കഴിഞ്ഞാൽ, ഭാര്യയിലാണ് അപജയമെങ്കിൽ ആ മനുഷ്യൻ തകർച്ചയുടെ പാതാളത്തിലേക്ക് ആ മനുഷ്യൻ പോകും. ഇതുപോലെ സ്ത്രീയും പോവും. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു തസവ്വജു അൽ വദൂദ, സ്നേഹനിധിയായ ഭാര്യയെ നിങ്ങൾ കല്യാണം കഴിക്കണം. അൽ വലൂദ, ഇവിടെയാണ് പ്രശ്നം. എങ്ങനത്തെ സ്ത്രീയെ കല്യാണം കഴിക്കണം? നല്ല പ്രസവിക്കാൻ കെൽപ്പുള്ള, ഫെർട്ടിലിറ്റി ഉള്ള സ്ത്രീയെ നിങ്ങൾ കല്യാണം കഴിക്കണം. ഇതും എങ്ങനെ മനസ്സിലാവും? ഇത് മനസ്സിലാക്കുവാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സ്ത്രീയുടെ ഉമ്മ, ആ സ്ത്രീയുടെ സഹോദരിമാർ, ആ സ്ത്രീയുടെ മൂത്തമ്മമാരെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പാറ്റേൺ മനസ്സിലാവും. ചില കുടുംബത്തിൽ നോക്കി എല്ലാവർക്കും 4 ആയിരിക്കും, എല്ലാവർക്കും 3 ആയിരിക്കും. ആ പാറ്റേൺ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രസവിക്കുന്ന സ്ത്രീയാണോ, പ്രസവിക്കാൻ ക്വാളിറ്റി ഉള്ളതാണോ എല്ലാം നമുക്ക് മനസ്സിലാകും. ഇനി ഒരാൾക്ക് അള്ളാഹു തആല അങ്ങനെ ഒരു സംഗതി കൊടുത്തിട്ടില്ല എങ്കിൽ അവർ അതിന്റെ പേരിൽ ക്ഷമിക്കുകയും അതിനു വേണ്ടി ആൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണ് ശറഅ് നൽകുന്ന, മക്കളില്ല, മക്കൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു, മക്കൾ ലഭിക്കുന്നില്ല, ശറഅ് നൽകുന്ന കുറെ ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. അള്ളാഹു നമുക്ക് ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി തങ്ങൾ പറഞ്ഞു ഫഇന്നി മുകാസിറും ബിക്കുമുൽ ഉമമ, നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശർ ഞാൻ എത്തുമ്പോൾ എന്റെ ഉമ്മത്തികൾ ആള് കൂടുന്ന വിഷയത്തിൽ എനിക്ക് ഭയങ്കര പ്രൗഢിയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ബീജത്തിൽ പിറന്ന കുഞ്ഞ്, ആ കുഞ്ഞ് ഷഹാദത്ത് കലിമ ഉച്ചരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കൂ, ഈ ഭൂമിയിൽ നമ്മൾ നൽകുന്ന ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ആ കുഞ്ഞാണ്. നമ്മളെ ബീജത്തിൽ പറഞ്ഞ കുഞ്ഞ്, ആ കുഞ്ഞ് സുജൂദ് ചെയ്യുമ്പോൾ, ആ കുഞ്ഞ് റുക്കൂ ചെയ്യുമ്പോൾ, ആ കുഞ്ഞ് പ്രബോധനം ചെയ്യുമ്പോൾ, ആ കുഞ്ഞ് ദീനിന്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ, ഈ ഉമ്മത്തിനു വേണ്ടി നന്മകൾ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്താണ് ആ കുഞ്ഞ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളെ പറ്റി പറയുമ്പോൾ പഠിപ്പിച്ച കാര്യം എന്താണ്? ഒരു മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോകുമല്ലോ. നമ്മൾ പലപ്പോഴും കേട്ട ഹദീസാണത്. നിങ്ങൾ ആലോചിക്കുക, ഈ പറയുന്ന ഒരു ചിന്ത ഉണ്ടല്ലോ, നമ്മൾക്ക് അങ്ങനെ ആളൊന്നും വേണ്ട, നമ്മുടെ ജീവിതം കുറേ അങ്ങ് എൻജോയ് ചെയ്യട്ടെ, നമ്മൾ മാത്രം മതി, എന്തിനാ മക്കളും പ്രാരാബ്ദവും ഈ പറയുന്ന കാര്യമൊക്കെ, നമുക്കതങ്ങനെ സങ്കല്പിക്കാം. 40ഉം 50ഉം വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന്റെ സന്തോഷം എന്താണ്? പ്രായമായ ആളുകളൊക്കെ ഈ സദസ്സിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ അവരുമായി ഒന്ന് ഇരുന്ന് ചോദിക്കുക, എന്താണ് ഇപ്പോഴത്തെ ജീവിതത്തിന്റെ ഉല്ലാസം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും മക്കളുടെ മക്കളെ നോക്കുന്നതിലാണ്. മക്കളൊക്കെ വലുതായിട്ടുണ്ടാവല്ലോ, അവരെ പേരമക്കളെ പരിലാളിക്കുന്നതിലും ലാളന കൊടുക്കുന്നതിലും അവരെ കൈപിടിക്കുന്നതിലും അവരെ സ്നേഹിക്കുന്നതിലൊക്കെയാണ് അവർക്ക് ജീവിതത്തിൽ ഇനി കിട്ടാൻ വേണ്ടി പോകുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അവരെ പരിപാലിക്കുമ്പോൾ കിട്ടുന്ന ആത്മീയമായ നിർവൃതിയാണ് അവരെ മുന്നോട്ടേക്ക് നയിക്കുന്നത് എന്ന് അവരൊക്കെ ഒറ്റവാക്കിൽ പറയും. ഇതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവന്റെ എല്ലാം നഷ്ടപ്പെട്ടു തീരും, എല്ലാം നശിച്ചു പോകും. പക്ഷെ ബാക്കിയാകുന്ന കാര്യങ്ങളിൽ ഒന്ന് വവലദുൻ സാലിഹുൻ യദ്ഉ ലഹു. നമ്മൾ കുറേ സമ്പത്ത് ഉണ്ടാക്കിയിട്ട് പോയി, നമ്മൾ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കി, സംവിധാനങ്ങൾ ഉണ്ടാക്കി, പക്ഷെ നമ്മളൊരു ഫോട്ടോ കോപ്പി ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചാൽ ആത്മാർത്ഥമായിട്ട് ആരാണ് കരയുക? ലോകത്തൊരു പുസ്തകമുണ്ട്, റോബിൻ ശർമ്മ എന്ന് പറയുന്ന ആൾ എഴുതിയ വളരെ പ്രസിദ്ധമായ ഫേമസ് ആയ മില്യൺ കോപ്പികൾ വിറ്റേക്കപ്പെട്ട പുസ്തകമാണ് ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ എന്നൊരു പുസ്തകമുണ്ട്. നിങ്ങൾ മരിച്ചാൽ ആര് കരയും എന്നാ ആ ബുക്കിന്റെ പേര്. ആ ബുക്കിൽ വേറെ കുറെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതെങ്കിലും ഇതുപോലെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ മരിച്ചാൽ ആത്മാർത്ഥമായിട്ടാണ് ആരാണ് കരയുക? നമ്മളെ മയ്യത്തിന് ഇമാമക്കുന്ന ഖത്തീബോ? അല്ലെങ്കിൽ നമ്മുടെ മരിച്ചിട്ട് വീട്ടിൽ ആളുകളൊക്കെ കൂടി നിൽക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഇതെന്ന് എങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പണിയൊക്കെ മനുഷ്യന്മാർ ലീവാക്കിയിട്ടാണ് ജനാസ നിസ്കാരത്തിനും ജനാസക്കൊക്കെ വേണ്ടി ആൾക്കാർ വരുന്നത്. ആരാണ് ആത്മാർത്ഥമായിട്ട് കരയുക? ആരാണ് നമ്മുടെ കടങ്ങൾ ഏറ്റെടുത്തിട്ട് അതിന് വിതരണം ചെയ്യാൻ മുന്നിട്ട് നിൽക്കുക? എന്റെ സക്കാത്തോ എന്റെ ഹജ്ജോ ബാക്കി ഉണ്ടാവുകയും എന്റെ സമ്പത്ത് ശേഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ സമ്പത്തിനെ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കാൻ ആരാണ് ഉണ്ടാകുക?
എന്നിൽ നിന്നും അറിവും ആത്മീയതയും പകർന്നെടുത്തുകൊണ്ട് ദീനിന്റെ പ്രബോധനം ആരാണ് നമ്മളെ മക്കളല്ലാതെ ഏറ്റെടുത്ത് കൊണ്ടുപോവുക? ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞത്, വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ സന്താനം അത് നമ്മുടെ ലക്ഷ്യത്തിൽ പെട്ടത് തന്നെയാണ് എന്നാണ് ഈ ഹദീസുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ ചർച്ച ഇങ്ങനെ വരുമ്പോ ഇപ്പൊ ഇവിടെയാണല്ലോ വിഷയം. പോപ്പുലേഷൻ കൂടും, ആളുകൾ കൂടിക്കഴിഞ്ഞാൽ, ഈ ലോകത്ത് ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ, പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ റിസോഴ്സസ് ഒക്കെ നശിച്ചു പോകും, ഭൂമി ഇല്ലാതാകും. ഈ ഒരു ഭയം ലോകത്ത് ആദ്യമായി ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് 18-ാം നൂറ്റാണ്ടിൽ തോമസ് മാൽത്തുസ് എന്ന് പറയുന്ന ഒരാളാണ്. അയാൾ വലിയ റിസർച്ചറാണ്, ഗവേഷകനാണ്. അയാൾ ആൻ എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു എസ്സേ അയാൾ എഴുതുകയുണ്ടായി. അതിൽ അയാള് ഈ പറഞ്ഞതുപോലെ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ, ലോകത്ത് ആളുകൾ കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന വിപത്ത് ഭയങ്കരമായി പ്രചരിപ്പിച്ചു. ആ പേടി ആദ്യമായി ഉണ്ടാക്കിയത് ഇയാളാ. അന്ന് അയാൾ എഴുതുമ്പോൾ ലോകത്ത് 90 മില്യൺ ആളുകളാണ് ലോകത്ത് ജീവിച്ചിരിപ്പിക്കുന്നത്. ആലോചിക്കണം, 90 മില്യൺ ആളുകൾ. അയാൾ പറഞ്ഞു ഇപ്പോ 1798 ഇപ്പൊ 2026. അയാൾ പറഞ്ഞു ഇനിയും ഇതേ പോക്ക് പോവുകയാണെങ്കിൽ ലോകത്ത് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും, തൊഴിലില്ലായ്മ ഉണ്ടാവും, അതുപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാവും, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും, വരൾച്ച ഉണ്ടാകും. അങ്ങനെ ഈ ലോകം തന്നെ നശിച്ചു പോകും ഈ പോക്ക് പോയാൽ എന്ന് ഇയാൾ പറയുകയും ഇയാളെ വാക്ക് ഏറ്റുപിടിച്ചിട്ട് കുറെ ആളുകൾ എഴുത്തുകൾ ഉണ്ടാക്കുകയും പല രാജ്യങ്ങളും നിയമങ്ങൾ വരെ ഉണ്ടാക്കി. ഇപ്പൊ നമുക്ക് ചൈനന്റെ ജപ്പാനൊക്കെ കഥ അറിയാലോ. അവരത് റൂള് വരെ കൊണ്ടുവന്നു. അങ്ങനെ രണ്ടാമതൊരു കുഞ്ഞുണ്ടായാൽ വാപ്പക്ക് പിന്നെ തടവറയാണ്, ഗവൺമെന്റ് ആണ് പിന്നെ വാപ്പാക്ക് ചെലവിന് കൊടുക്കുക എന്ന അവസ്ഥയിലേക്ക് വരെ എത്തി. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് നോക്കുമ്പോൾ അയാളുടെ മരണത്തിന് ശേഷം ഇന്ന് ഈ ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്ന് ലോകത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 8300 മില്യൺ ആണ്. എന്ന് പറഞ്ഞാൽ 8.3 ബില്യൺ. അന്ന് അയാൾ എഴുതുമ്പോൾ ലോകത്തിന്റെ പോപ്പുലേഷൻ 90 മില്യൺ ആണെങ്കിൽ ഇന്ന് അത് 92 ഇരട്ടി ആയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നോക്കൂ ലോകത്തിന് എന്താ സംഭവിച്ചത്. അന്ന് അതിന്റെ കുറെ കണക്കുകൾ നമുക്ക് ലഭ്യമാണ് അതിന്റെ ഡൊമൈനുകളിൽ. അന്ന് എത്ര ഒരു വർഷം കൃഷിയിലുള്ള വിളവെടുപ്പ് അതിന്റെ 10 ഇരട്ടി കൂടിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു നാട്ടിൽ 10 ആൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഈ 10 ആൾക്ക് എത്ര കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കും? ഇത്ര ഭൂമി മാത്രമേ ലോകത്ത് അല്ലാഹു തആല നിയമിച്ചിട്ടുള്ളൂ, ബാക്കി ഇനിയും കിടക്കല്ലേ. ആളുകൾ കൂടിയപ്പം ആളുകൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തുടങ്ങി, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി തുടങ്ങി. അവർക്ക് അവിടെ പറ്റുന്ന കൃഷികൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ ആഫ്രിക്കയിൽ വരെ പോയിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. എന്ത് കൃഷിയാന്ന് ഞാനിവിടെ പറയുന്നില്ല. അപ്പൊ എങ്ങനെയാണ് സംഭവിക്കുന്നത്? പോപ്പുലേഷൻ കൂടുമ്പോൾ നമ്മൾ നിലവിലുള്ള സ്ഥലത്ത് പരിമിതി നമ്മൾ നേരിടുന്ന സമയത്ത് മനുഷ്യന്മാർ അതിന്റെ അപ്പുറത്ത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതുപോലെ പുതിയ പുതിയ സംരംഭങ്ങൾ വന്നു. ടെക്നോളജി അന്നുണ്ടായതിന്റെ 10 ഇരട്ടി വർദ്ധിച്ചു. 10 ഇരട്ടി വർദ്ധിച്ചപ്പോൾ ഓരോ ടെക്നോളജി വരുമ്പോഴും ആ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് മനുഷ്യന്മാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ നോക്കൂ, ഏറ്റവും ചുരുങ്ങിയത് പോപ്പുലേഷൻ കൂടുമ്പോൾ ആർക്ക് ആദ്യം തൊഴിലവസരം ഉണ്ടാകുന്നത്? പോപ്പുലേഷൻ കൂടുമ്പോൾ ആദ്യം തൊഴിലവസരം ഉണ്ടാകുന്നത് ഡോക്ടേഴ്സിനാണ്. ഡോക്ടേഴ്സിന് മാത്രമാണോ? ആ ഡോക്ടേഴ്സിന് ഇത് പ്രവർത്തിപ്പിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമല്ലോ, ഹോസ്പിറ്റൽ. അങ്ങനെ ഹോസ്പിറ്റൽ പ്രവർത്തിക്കണമെങ്കിൽ അവിടെ നഴ്സുമാർ വേണമല്ലോ, സ്റ്റാഫുമാർ വേണമല്ലോ. അങ്ങനെ പോപ്പുലേഷൻ കൂടുമ്പോൾ, ഡെലിവറികൾ കൂടുമ്പോൾ അതിന്റെ മെഡിസിൻസ് പ്രൊഡ്യൂസ് ചെയ്യണമല്ലോ. ആ മെഡിസിൻസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ കമ്പനികൾ വർക്ക് ചെയ്യണമല്ലോ. ഇവർ ആരെ ഈ പറഞ്ഞ് പേടിപ്പിക്കുന്നത്? അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആ ഒരു അർത്ഥത്തിൽ നമ്മളിത് പേടിച്ചിട്ട് നമ്മൾ 3-4 മക്കൾ ഉണ്ടായിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തോ ദുരന്തം സംഭവിക്കും എന്ന തെറ്റായ ധാരണ നമ്മുടെ മനസ്സുകളിൽ ഇടപെട്ടിട്ടുണ്ട്. വേറെ ഇതിൽ ചിന്തിക്കേണ്ടുന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയും? നിങ്ങൾ നോക്കൂ, നമുക്ക് ലോകത്തിലെ ആളുകളൊന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ ഫാമിലി പ്ലാനിങ് കൃത്യമായി നടത്തുന്നുണ്ട്. ഫാമിലി പ്ലാനിങ് ഇസ്ലാമിൽ അനുവദനീയമാണോ അല്ലേ? നമ്മൾ അതിന്റെ ഒരു അടിസ്ഥാനം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇസ്ലാം പറയുന്നത് ഇങ്ങനെ ഭാര്യന്റെ ആരോഗ്യം നോക്കാതെ, നിങ്ങൾക്ക് കുട്ടികളെ പരിപാലിക്കാൻ കഴിയുമോ എന്നൊന്നും നോക്കാതെ ഇങ്ങനെ കൊല്ലം പ്രസവിച്ചിടണമെന്നൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഫാമിലി പ്ലാനിങ് ആവാം. ശർഅ് പരിഗണിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഭാര്യന്റെ ആരോഗ്യം പരിഗണിക്കണം. പിന്നെ നിങ്ങൾ ഒരു കുട്ടിയെ പ്രസവിച്ചിട്ട് അടുത്ത കുട്ടിന്റെ ഇടയിൽ നിങ്ങൾ ഗ്യാപ്പ് ഇടാനുള്ള ഒരു സ്പേസ് നിങ്ങൾ കാണണം. അടുത്തടുത്ത് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ കുട്ടിക്ക് പാലൂട്ടുന്ന വിഷയത്തിലും അത് കുറയും. അതുപോലെ തന്നെ ഓരോ കുട്ടികൾക്കും തർബീയത്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യത്തിലും വലിയ കുറവുകൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താൽക്കാലികമായ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സുകൾ സ്വീകരിക്കാം. സഹാബാക്കൾ എന്ന് പറയുന്നുണ്ട്. സഹാബാക്കൾ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുന്നാ നഅ്സുൽ ഫി അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് സ്വീകരിക്കുമായിരുന്നു.
അതായത് താൽക്കാലികമായി പ്രസവം നടക്കാതിരിക്കാനുള്ള പണികൾ ഞങ്ങൾ ചെയ്യുമായിരുന്നു. ഖുർആൻ നമുക്കിടയിൽ ഇറങ്ങിയിട്ടുമുണ്ട്. നബി തങ്ങൾ നേർക്ക് നേരെ ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല. താൽക്കാലികമായി നമുക്കാകാം. പിന്നെ എന്താണ് ഹറാമ്? സമ്പൂർണമായി ഈ സംഗതിയെ ഇല്ലായ്മ ചെയ്യൽ, വാസക്ടമി പോലെ, അല്ലെങ്കിൽ പിന്നെ യൂട്രസ് മാറ്റിവെക്കൽ പോലെ. ആരോഗ്യകരമായ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ, അതാ ഞാൻ പറയുന്നത്, ആരോഗ്യകരമായ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഗവൺമെന്റ് ഒക്കെ ഓഫറാണ്, പുരുഷൻ വാസക്ടമി ചെയ്ത് കഴിഞ്ഞാൽ എത്ര പൈസ ഒക്കെ കിട്ടും. ഇതും കേട്ടിട്ട് ഒന്നും ഇല്ലാതെ ആ കിട്ടുന്ന 3000 3000, 5000 5000 തന്റെ അള്ളാഹു നൽകിയ എബിലിറ്റിയെ നശിപ്പിക്കൽ ഹറാമാണ്. കംപ്ലീറ്റ് അത് ഇല്ലായ്മ ചെയ്യൽ ഹറാമാണ്. അപ്പോൾ ഫാമിലി പ്ലാനിങ്ങിന്റെ വിഷയത്തിൽ നമ്മൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, നമുക്ക് തർബിയത്ത് കൊടുക്കാൻ, ഭാര്യയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ താൽക്കാലികമായ ഫാമിലി പ്ലാനിങ്ങുകളാകാം. അതല്ലാത്ത അർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ 3, 4, 5 മക്കളൊന്നും ഉണ്ടാകുമ്പോഴത്തേക്ക് ഒന്നും നമുക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ്. ഈ പറയപ്പെടുന്ന ഈ പോപ്പുലേഷന്റെ പേരിൽ നമ്മളിൽ ഉണ്ടാക്കി തന്നിരിക്കുന്ന ഭയം എന്ന് പറയുന്നത് അത് ഈ പറഞ്ഞതുപോലെയുള്ള മരീചിക മാത്രമാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഈ പറഞ്ഞത് കേട്ടിട്ട് ലോകത്തിലെ പല രാജ്യങ്ങളും എന്ത് ചെയ്തു? അവർ ഈ പ്ലാൻ അങ്ങ് പാസ്സാക്കി, ഗവൺമെന്റ് തലത്തിൽ റൂൾസ് ഉണ്ടാക്കി. എന്താ അവിടങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം നിങ്ങൾ പഠിച്ചു നോക്കൂ. അവിടങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം ഇപ്പോൾ ആ നാടുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഏജ്ഡ് ആയ ആളുകളെയാണ്. ഏജ്ഡ് ആളുകൾ, ഒരു സൊസൈറ്റി ശരിക്കും ബാലൻസ് ആയിട്ട് പോകണമെങ്കിൽ അവിടെ ഒരു 60-40 ആ റേഷ്യോയിലെങ്കിലും പ്രായമുള്ള ഒരു 60% ആളുകൾ ഉണ്ടാകുമ്പോൾ യുവാക്കളായ 40% ആളുകൾ ഉണ്ടാകും. നിങ്ങൾ ഒരു സാധാ ലോജിക്കൽ ചിന്തിക്കുക. ഒരു പ്രായമുള്ള വ്യക്തി കുഴഞ്ഞു വീഴുമ്പോൾ വേറൊരു പ്രായമുള്ള ആളാണ് ഇയാളുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഒരിക്കലല്ല, അയാൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടത് മറ്റൊരു ചെറുപ്പക്കാരനാണ്. ഇതേപോലെ എല്ലാ തലങ്ങളിലും നിങ്ങൾ ചിന്തിക്കും. ഒരു സൊസൈറ്റി നിലനിന്ന് പോകണമെങ്കിൽ അവിടെ വാർദ്ധക്യമുള്ള ആളുകൾ ഉണ്ടാകുന്നതിന്റെ 2 റേഷ്യോ കുറഞ്ഞിട്ട് യുവാക്കളായ ആളുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ചൈനയിലും ജപ്പാനിലും ഒക്കെ സിംഗപ്പൂരിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി. എന്താ പ്രശ്നം ഉണ്ടായത്? ഈ പറഞ്ഞതുപോലെ ഏജ്ഡായ ആളുകൾ കുറേയുണ്ട്. ഈ ഏജ്ഡ് ആയിക്കാൻ 40-50 വയസ്സ് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ പോലും നമ്മൾ ആരും പണിക്കെടുത്തൂല. അവിടെ മാന്യമായ നിലക്ക് പണിയിൽ നിന്ന് പിരിച്ചുവിടും. കാരണം അയാളുടെ എബിലിറ്റി കുറയാണ്. കണ്ണിന്റെ കാഴ്ച ശക്തി കുറയുന്നു, കാതിന്റെ കേൾവി ശക്തി കുറയുന്നു, തിങ്കിങ് എബിലിറ്റി കുറയുന്നു. പിന്നെ അയാളെ ഈ പറഞ്ഞ മൾട്ടി ലെവൽ കമ്പനികളിലൊന്നും പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പാടില്ല. അവരെ പണിയിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞു വിട്ടാൽ പിന്നെ ആരാണ് അവിടെ ജോലി ചെയ്യാനുള്ളത്? ആരും ജോലി ചെയ്യാനില്ല. അതുകൊണ്ട് അവർ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി ഈ സിസ്റ്റം റെഡിയായി വരണമെങ്കിൽ നൂറ്റാണ്ടുകൾ കഴിയും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചത് തസവ്വജു അൽ വലൂദ അൽ വദൂദ, നിങ്ങൾ സ്നേഹനിധികളായ പ്രസവിക്കുന്നതായ സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്യണം. ഫഇന്നി മുകാസിറും ബിക്കുമുൽ ഉമം, നിങ്ങളെ കൊണ്ട് ഞാൻ ഉമ്മത്തിന്റെ വിഷയത്തിൽ പ്രൗഢി നടിക്കുമെന്ന് ഷഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. അതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. നമ്മൾ നമ്മുടെ ഭാര്യമാർക്ക്, മക്കൾക്ക്, സ്ത്രീകൾക്ക്, സഹോദരിമാർക്ക് ഈ വിഷയത്തിൽ അവബോധം ഉണ്ടാക്കി കൊടുക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തും തഖ്വയും സിഹത്തൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ആളുകളൊക്കെ പറയും, ഭയങ്കരമായ വർത്താനം പറയും. ഞാൻ പറയുന്നു പ്രായോഗികമായ തടസ്സമൊന്നും ഇല്ലാത്തടത്താണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. പ്രായോഗികമായ തടസ്സം ഉണ്ടെങ്കിൽ അതേ പരിഗണിക്കണം. നമുക്ക് ഇപ്പം വേണ്ട, നമുക്ക് ഒരു 3 കൊല്ലം കഴിയട്ടെ. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്കാകാം, 3 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാകാം എന്ന് പറയുന്ന ആളുകൾ, നിങ്ങൾ എന്ത് ധൈര്യത്തിലായി പറയുന്നത്? 3 കൊല്ലം പോയിട്ട് 6 മാസം നിങ്ങൾ ബാക്കിയാകും എന്ന് ഉറപ്പുണ്ടോ? ഈ ഭൂമിയിൽ ഞാൻ ബാക്കിയാകുന്ന ഉറപ്പുണ്ടോ? ഭാര്യ ബാക്കിയാകുന്ന ഉറപ്പുണ്ടോ? ഈ ഭർത്താവ് എന്തൊക്കെ സാധ്യതകളുണ്ട്? ഈ സാധ്യതകളെ തള്ളിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് 3 കൊല്ലം കഴിഞ്ഞിട്ട് ആലോചിക്കാം. 3 കൊല്ലം കഴിഞ്ഞിട്ട് ആലോചിക്കാം. ഇനി എപ്പോഴും ആലോചിക്കും? പ്രിയമുള്ളവർ, ഈ അർത്ഥത്തിൽ ഒരിക്കലും ആകാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാനിങ് വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു കാലമെങ്കിൽ ഒരു 6 മാസമോ 7 മാസമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് അടുത്തറിയാൻ വേണ്ടിയിട്ട്, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ആ ഒരു അർത്ഥത്തിൽ സ്വീകരിക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ കാര്യത്തിനെ ഡിലേ ചെയ്തു പോകുന്നത് സമൂഹത്തിൽ വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കി തീർക്കുക എന്നാണ് നമുക്ക് ഹദീസുകൾ പഠിപ്പിച്ചു തരുന്നത്. 3-ാമത്തെ നിക്കാഹുമായി ബന്ധപ്പെട്ട ഏറ്റവും മർമ്മപ്രധാനമായ ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഘടന എന്ന് പറയുന്നത് ഖിദ്മത്താണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ കൊണ്ട് സേവനം വേണം, ഭർത്താവിന് ഭാര്യനെ കൊണ്ടും സേവനം വേണം. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിക്കും. നമ്മളൊരു 65 വയസ്സാകുമ്പോൾ നമുക്ക് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു, മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ആരാണ് നമ്മളെ നോക്കുക? നമ്മുടെ ഉമ്മ. ആ സമയത്തേക്ക് അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ ഉമ്മയാണ് പിന്നെ നമുക്ക് ഖിദ്മത്ത് ചെയ്യുക. നമ്മുടെ ഭാര്യമാരല്ലേ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടുന്നാ മരിച്ചത്? തങ്ങളുടെ പോലെ നല്ലൊരു മരണം കിട്ടിയ വ്യക്തി ഈ ഭൂമിയിൽ വേറെ ആരാ ഉള്ളത്?
അത് എന്തുകൊണ്ടായിരിക്കാം അത്രയും നല്ല മരണമാകാനുള്ള പല കാരണങ്ങളിൽ ഒരു കാരണം ഹബീബിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ അടുക്കൽ വെച്ച് വഫാത്തായിന. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹന്റെ മാറിടത്തിലേക്ക് ചാഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ടുള്ളത് എങ്കിൽ ഒരു ഭാര്യനെ കൊണ്ട് ഭർത്താവിനെ കൊണ്ട് ഭാര്യയ്ക്ക് ഖിദ്മത്ത് കിട്ടണ്ടേ? ഈ ഭാര്യ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന സമയത്ത് ആരാണ് ഖിദ്മത്ത് ചെയ്യേണ്ടത്? അതൊന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ? ഒരു മനുഷ്യൻ അവന്റെ ലൈഫിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജിന്റെ ആദ്യഘട്ടത്തിൽ നിയന്ത്രണമില്ലാതെ അവന്റെ കൺട്രോളിൽ പെടാതെ മലമൂത്ര വിസർജനം ചെയ്യുന്ന പ്രാഥമിക ഘട്ടത്തിൽ നിന്നും അവനിങ്ങനെ സഞ്ചരിച്ച് ഉയർച്ചയിലേക്ക് എത്തിയിട്ട് വീണ്ടും പോകുന്ന ഇതേ ഡെവലപ്മെന്റൽ സ്റ്റേജിലാ. അത് നമുക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ. ഈ അവസ്ഥയിലേക്ക് പോകുമ്പോൾ ആരാ നോക്കേണ്ടത്? നമുക്ക് ആരാണ് ഈ രീതിയിലുള്ള കെയറിങ് നൽകേണ്ടത്? അത് ഭാര്യമാരാണ്. അത് വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൂടി അല്ലാതെ ഒരിക്കലും നടക്കാൻ വേണ്ടി പോകുന്നില്ല. വലിയ യുക്തിവാദത്തിന്റെ ആളായിട്ടൊക്കെ സമൂഹത്തിന് മുമ്പിൽ പ്രസംഗിക്കുന്ന ആളുകൾ, അയാൾ ഈ പറഞ്ഞാൽ വിവാഹത്തിനൊക്കെ എതിരാ, അയാൾ വിവാഹമൊന്നും കഴിക്കണ്ട എന്നൊക്കെ പറയാം. അതൊക്കെ സമൂഹം ഉണ്ടാക്കിയ അത് നീതിപൂർവ്വമല്ലാത്ത സിസ്റ്റം എന്ന് അയാൾ പറയാറുള്ളത്. അപ്പൊ അയാൾ ചോദിച്ചു, ഈ പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭാര്യ നോക്കും, മക്കൾ നോക്കും, അങ്ങനെ സംവിധാനങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാവപ്പെട്ടവരെ നോക്കാനുള്ള അഗതി മന്ദിരങ്ങളൊക്കെ ഖൈറിൻ്റെ ഒരുപാട് ഏർപ്പാടുകളുണ്ട്. അപ്പോൾ ഇയാളോട് ചോദിച്ചു, അല്ല ഇങ്ങനെ 50-60 വയസ്സ് കഴിഞ്ഞ ആളുകളെ എന്താ ഇപ്പം ചെയ്യുക? നിങ്ങളെ വാദപ്രകാരം അവർ സൊസൈറ്റിക്ക് ആവശ്യമില്ലാത്ത ആളുകളാണല്ലോ. ഇതിൻ്റെ ഒക്കെ ഒരു അപകടം, യൂട്ടിലിറ്റേറിയൻ തിയറി എന്ന് പറയുന്നൊരു അപകടം പിടിച്ചൊരു സാധനമുണ്ട്. ആ സാധനത്തിൽ നിന്നാണ് ഈ ചിന്തൊക്കെ വരുന്നത്. 40-50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കമ്പനിക്ക് വേണ്ട, നിങ്ങളെ പല കാര്യങ്ങൾക്കും വേണ്ട, നിങ്ങളെ കൊണ്ടുള്ള ഉപയോഗമൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, പിന്നെ എന്തിനും ഭൂമിയിൽ ജീവിക്കുന്നു. അപ്പൊ ഇയാളെ പറഞ്ഞ മറുപടി എന്താണ്? ഞാൻ ആളെ പേര് ഉദ്ധരിക്കുന്നില്ല, നല്ല സ്ഥലമല്ലേ, അവിടെ അയാളെ പേര് ഉദ്ധരിച്ച് മോശമാക്കണ്ടല്ലോ. അയാളെ പറഞ്ഞ മറുപടി 50-60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ചോയ്സ് ആയിട്ടുള്ള ഡെത്ത് കൊടുക്കണം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവരൊക്കെ സിറിഞ്ച് വെച്ച് കുത്തിക്കൊല്ലണം എന്ന് അയാൾ പറഞ്ഞതിന്റെ ഭാഷ്യം. അങ്ങനെയെങ്കിൽ അയാൾക്കൊരു 5 വർഷത്തെ ആയുസ് കൂടിയേ ഭൂമിയിലുള്ളൂ. പിന്നെ അയാളെ തന്നെ ആദ്യം കൊല്ലണമല്ലോ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇത് തമാശ കളിയല്ല. ബാഹ്യമായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ശരിയാണ്, ഒരു കുട്ടി മാത്രമേ ഉള്ളൂ എങ്കിൽ എൻ്റെ സമ്പത്ത് ചുരുക്കപ്പെടും, വിദ്യാഭ്യാസം, ആരോഗ്യം, ഒന്നും ടെൻഷനൊന്നും, എല്ലാം നമുക്ക് തന്നെ എൻജോയ് ചെയ്യാം. പക്ഷെ ഈ എൻജോയ്മെന്റിനൊക്കെ ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളുമായി ഒരിക്കലും പൊരുത്തപ്പെടാൻ സാധിക്കുകയില്ല എന്നാണ് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കി തരുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഖിദ്മത്തിനെ പറ്റി ഹദീസുകളിൽ കാണാം. ആയിഷ ബീവിന്റെ ഖാദിമത്തായ ബരീറ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, ബരീറ, ആയിഷയിൽ എന്തെങ്കിലും കുറവ് നീ അത് വേറെ സന്ദർഭത്തിൽ ചോദിച്ച ചോദ്യമാണ്, ആ സന്ദർഭം ഞാൻ പറയുന്നില്ല, നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രം പറയാം. ആയിഷയെ പറ്റി എന്തെങ്കിലും റളിയല്ലാഹു അൻഹ എന്തെങ്കിലും കുറവ് നിനക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ? ബരീറ റളിയല്ലാഹു അൻഹ പറയണ, ആയിഷ ബീവിയെ പറ്റി എനിക്ക് ഒരു പരാതിയില്ല. ആയിഷവിന്റെ കല്യാണം വീട്ടിൽ കൂടുന്നത് തന്നെ 9ാമത്തെ വയസ്സിലാണ്. 18 വയസ്സാകുമ്പോഴേക്ക് തന്നെ ഹബീബ് വഫാത്തായി. പിന്നെ ഒരു 9 കൊല്ലം ഒരുമിച്ചുള്ളൂ. അപ്പൊ ഈ ചോദ്യം എന്തായാലും 18 വയസ്സിന്റെ ഉള്ളിൽ തന്നെയാണ്. ബരീറ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആയിഷ ബീവിയിൽ ഒരു ഭാര്യ എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഒരു കുറവ് എനിക്ക് കാണാൻ സാധിക്കില്ല. ആകെ ആയിഷ ബീവിയെ പറ്റി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഒരു കാര്യം, ആയിഷ ബീവി ചിലപ്പോൾ മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉറങ്ങിപ്പോകും. മാവ് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. ആ ഉറങ്ങിപ്പോകുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ മേലിൽ ഈച്ചയോ പ്രാണിയോ ഒക്കെ വന്നിട്ട് ചിലപ്പോൾ അതിൽ നിന്നും റൊട്ടിൻ്റെയും അപ്പത്തിൻ്റെ ഒക്കെ കഷ്ണം കടിച്ചു കൊണ്ടുപോകും. ഇതല്ലാതെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയിൽ മറ്റൊരു കാര്യവും കണ്ടിട്ടില്ല എന്ന് ബരീറ റളിയല്ലാഹു അൻഹ പറയാണ്. അപ്പം എന്താ വിഷയം? ഖിദ്മത്തിൻ്റെ മനോഭാവം. ഖിദ്മത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യ നമുക്ക് ചെയ്യേണ്ടത് മാത്രമല്ല, അങ്ങനെ ഒരു റോള് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കിക്കോ, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരൽ നിർബന്ധമല്ല. നിങ്ങൾ ഈ ഭാഗം ശരിക്കും നിങ്ങൾ ഭാര്യമാരെ കേൾപ്പിക്കണം. സ്ത്രീകൾക്ക് ഭാര്യക്ക് ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കാൻ ശറഅ് പഠിപ്പിച്ചിട്ടില്ല, നിർബന്ധമല്ല. വസ്ത്രമലക്കൽ നിർബന്ധമല്ല. നിങ്ങളിൽ കൂടി ജനിക്കുന്ന കുഞ്ഞിന് മുലയൂട്ടൽ നിർബന്ധമല്ല. ഭാര്യ പറയാണ്, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം അലക്കി തരാം, നിങ്ങൾ ഈ വസ്ത്രം ലോണ്ടറിയിൽ കൊണ്ടുപോയിട്ട് അലക്കുമ്പോൾ മാസത്തിൽ എത്രയാകും തുക, ആ തുക എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൈസ കൊടുക്കൽ നിർബന്ധമാണ്. അല്ലേ? നമ്മളൊന്ന് അയൺ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം എനിക്ക് എന്താ ഇവിടെ പണിയുന്ന ആ പണി, ഇത് ഓക്ക് പറഞ്ഞ പണിയല്ലല്ലോ. ഓൾക്ക് പണി പറഞ്ഞിട്ടില്ല. ഭാര്യ പറയാണ്, 2 വർഷം ഞാൻ പാലൂട്ടാം. ഒരു സ്ത്രീ പാലൂട്ടുമ്പോൾ ആ സ്ത്രീന്റെ ആരോഗ്യമാണ് നഷ്ടപ്പെടുന്നത്, അതിന് സംശയമൊന്നുമില്ല. ആ ഭാര്യ പറയാണ്, എനിക്ക് അതിനു വേണ്ടി നിങ്ങൾ 2 വർഷത്തേക്ക് ഇത്ര പൈസ തരണമെന്ന് പറഞ്ഞാൽ കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമാണ്. പക്ഷേ നമ്മുടെ ഭാര്യമാർ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ അത് ഖിദ്മത്താണ്, അത് സർവീസാണ്. സർവീസിന്റെ മേൽ ഒരിക്കലും വില പറയാൻ വേണ്ടി പാടില്ല.
സർവീസിന് നമ്മളൊരു സാധനം വാങ്ങിയിട്ട് ഫ്രീ കിട്ടുന്നതിന്റെ മേലിൽ നമ്മൾ അഭിപ്രായം പറയല്ല. അത് കിട്ടിയാലും അൽഹംദുലില്ലാഹ്. നമ്മളെ സ്ത്രീകളോടും പറയുന്നതാണ് നിങ്ങളും ഹിദ്മത്ത് ചെയ്യും. അപ്പോഴാണ് വആശിറുഹുന്ന ബിൽ മഅറൂഫ്, മാന്യത ഉണ്ടാകുന്നത്. ഭർത്താവിനുമാകാം, ഭർത്താവിനും ഹിദ്മത്ത് ചെയ്യാൻ ഭാര്യയ്ക്ക്. എങ്ങനെ? അപ്പൊ ഇതൊന്നും ഭാര്യയ്ക്ക് നിർബന്ധമല്ലെങ്കിൽ പിന്നെ ഇതാരതാ ഡ്യൂട്ടി? ഇത് ഭാര്യയ്ക്ക് നിർബന്ധമല്ല. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണമല്ലോ, വസ്ത്രം അലക്കപ്പെടണമല്ലോ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യപ്പെടണമല്ലോ. രണ്ടാളുടെയും കർത്തവ്യമാണ്. നിങ്ങൾ ഭാര്യയും വീട്ടു ജോലികളിൽ സഹായിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രസംഗത്തിൽ ഇങ്ങനെ എപ്പോഴും കേൾക്കുന്നതല്ലേ, നബി നിങ്ങൾ അടുക്കളയിൽ വരുമെന്നും അടുക്കളയിൽ വന്നിട്ട് നബി നിങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നോക്കുമ്പോൾ ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞതുപോലെ നബി നിങ്ങൾ ആയിഷ ബീവിയെ തട്ടി ഉണർത്തുന്നു ചെയ്യില്ല. നബി നിങ്ങൾ സ്വന്തം കൈ കൊണ്ട് കുഴച്ചിട്ട് പത്തിരൊക്കെ ചുട്ടതിന് ശേഷം ആയിഷ റളിയല്ലാഹുവിനെ വിളിക്കും, ആയിഷ ഭക്ഷണം കഴിക്കാം. അപ്പൊ ഇത് രണ്ടാളുകളുടെയും ഒരു റൈറ്റാണ്, അല്ലെങ്കിൽ ഡ്യൂട്ടിയാണ് എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഹിദ്മത്ത് കിട്ടാൻ, ഹിദ്മത്ത് എന്ന് പറയുമ്പോൾ ഞാൻ മാനസിക തലം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്താ മാനസികമായ ഹിദ്മത്ത് എന്ന് പറയുന്നത്? നമുക്ക് മനസ്സ് തുറക്കാൻ പറ്റുന്ന ഇടമായിരിക്കണം നമ്മുടെ ബെഡ്റൂം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഇതെങ്ങാനും അങ്ങനെ ആയിപ്പോയിട്ടില്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്ക് എല്ലാ കാര്യം നമ്മുടെ സുഹൃത്തിനോട് പറയാൻ വേണ്ടി സാധിക്കൂല. നമ്മുടെ ന്യൂനതകൾ പൂർണ്ണമായി കണ്ടിട്ടുള്ളത് നമ്മുടെ ഭാര്യയാണ്. ഒരു ഭാര്യയെ പൂർണ്ണമായി കണ്ടിട്ടുള്ളത് അവളുടെ ഭർത്താവാണ്. ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തികട്ടി വരുന്ന അലോസരപ്പെടുത്തുന്ന ചിന്തകൾ പങ്കുവെക്കാൻ പറ്റുന്ന ഇടമാകണം ഭാര്യ. അതാണ് ഹിദ്മത്തിന്റെ മറ്റൊരു തലം എന്ന് പറയുന്നത്. വെറും ചോറും കറി ഉണ്ടാക്കൽ മാത്രമല്ല. നബി തങ്ങൾ ഓടി വന്നിട്ട് ഖദീജ ബീവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ആ രംഗം നമ്മളൊന്ന് ആലോചിക്കുക. നമ്മളടുത്തേക്ക് നമ്മുടെ ഭാര്യ വരുന്നു ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കാലോ? നമ്മളെ ഭാര്യ വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിട്ട് നമ്മളടുത്തേക്ക് വന്നാലേ നമ്മളൊരു മൈൻഡും കൊടുക്കൂല. അതൊക്കെ എന്തെന്നുള്ളൊരു മനോഭാവമാണ് നമുക്ക് ഉണ്ടാകുക. ഇനി നമ്മളാണ് ചെല്ലുന്നത് എങ്കിൽ പറയും, നിങ്ങൾ എന്തിനാ വേണ്ടാത്ത പണിക്ക് പോയി? നിങ്ങളവിടെ അന്നേരം ഞാൻ പറഞ്ഞല്ലോ, ആ പരിപാടി നിങ്ങൾ തുടങ്ങല്ലേ, ആ ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങല്ലേ, ആ കാര്യം നിങ്ങൾ ഇറങ്ങല്ലേ. എനിക്കറിയാം, ഇത് അവസാനം എൻ്റെ അടുത്ത് തന്നെ വന്ന് പറയും, കുഴപ്പമാകും. ഞാൻ അത്ര വട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച ഏറ്റവും ഭീതിജനകമായ ഒരു രംഗം കഴിഞ്ഞിട്ട് ഖദീജ ബീവിന്റെ അടുത്ത് വരുമ്പോൾ ഖദീജ പറഞ്ഞ വാക്കെന്താ? യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാഹി ലാ യുദയ്യിഅക്കല്ലാഹു അബദാ. അല്ലാഹ് നിങ്ങളെ പാഴാക്കൂല കേട്ടോ. ഇതാണ് കിട്ടേണ്ടത്. ഇതിങ്ങനെ തനിയെ ആ സമയത്ത് ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത് ഡയലോഗ് പുറത്തേക്ക് വരും ചെയ്യില്ല. അത് ഉള്ളിലിറങ്ങി അഖ്ലാഖും സിഫാത്തുകൾ ഉണ്ടാകുമ്പോഴാണ് പുറത്തേക്ക് വരിക. തങ്ങൾ അല്ലാഹു പാഴാക്കൂല. തങ്ങൾ ഉമ്മത്തിന് ഖിദ്മത്ത് ചെയ്യുന്ന ആളാണ്, പാവപ്പെട്ടവനെ സഹായിക്കുന്ന ആളാണ്. ഈ അർത്ഥത്തിൽ നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടാനും നമുക്ക് ഭാര്യ അത്യാവശ്യമാണ്. ആ ഭാര്യ ആ അർത്ഥത്തിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ ഈ നീയത്തിലായിരിക്കണം നമ്മുടെ വിവാഹങ്ങൾ നടക്കേണ്ടത്. വിവാഹം കഴിഞ്ഞ ആളുകളെ പഠിച്ചവൻ ഉസ്താദ് നമ്മളിതൊക്കെ കഴിഞ്ഞു പോയല്ലോ, കുറെ കൊല്ലങ്ങളായല്ലോ, ഇപ്പോഴും സമയം അധികരിച്ചിട്ടില്ല വേറെ വിവാഹം കഴിക്കാനല്ല. നിലവിൽ നമ്മൾ കഴിച്ച വിവാഹത്തിൽ ഒന്നുകൂടി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാലോ. നമ്മളെ നീയത്തുകളെ നമ്മൾ നന്നാക്കിൻ, പെരുമാറ്റങ്ങളെ നമ്മൾ നന്നാക്കിൻ. ഈ അർത്ഥത്തിലേക്ക് പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വിവാഹത്തിനും ഈ പറയപ്പെട്ട ഗുണങ്ങൾ കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യപരമായ ദുനിയാവിലും ആഖിറത്തിലും ഗുണം കിട്ടുന്ന വിവാഹമായി നമ്മുടെ വിവാഹങ്ങളെ കബൂൽ ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്.